ഡൽഹിയിലും തീരുന്നില്ല KPCC പുനഃസംഘടനയെ ചൊല്ലിയുണ്ടായ അലയൊലികൾ, തർക്കങ്ങൾ. പുനഃസംഘടന ഇതുവരെയും പൂർണ്ണമായിട്ടില്ല എന്ന് തന്നെയാണ് കാരണം. ഒടുവിൽ AICCക്ക് കേരളത്തിലെ KPCC നേതാക്കളെ ഒന്നടങ്കം ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തേണ്ടി വന്നു. എന്നിട്ടും അവിടെയും AICCക്ക് മുന്നിൽ നടന്നത് കസേര കളി തന്നെയാണ്. കേരളത്തിൽ നവംബർ 1 മുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം ആരംഭിക്കാനാണ് ഇപ്പോൾ AICCയുടെ നിർദ്ദേശം. തങ്ങൾ അതിന് സജ്ജരാണെന്നാണ് KPCC പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള സംഘവും AICC അറിയിച്ചത്. അങ്ങനെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രഖ്യാപിക്കുകയും ചെയ്ത് നവംബർ 1 മുതൽ പ്രചരണം തുടങ്ങും. ഇതോടെ ഡൽഹിയിൽ വിളിച്ചു വരുത്തി ഹൈക്കമാൻഡ് തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ഒന്ന് പരിശോധിച്ചു. അപ്പോഴാണ് കണ്ടത് കേരളത്തിലെ കാര്യങ്ങളിൽ ഒന്നിനും ഒരു ഏകോപനവുമില്ലെന്ന്. പാർട്ടിയുടെ മൊത്തം ചുമതല മുമ്പ് K. സുധാകരനായിരുന്നപ്പോഴാണ് മിഷൻ 2025 VD സതീശനെ ചുമതല ഏൽപ്പിച്ചത്. K. സുധാകരന് ശേഷം ഇപ്പോഴിതാ സണ്ണി ജോസഫ് പ്രസിഡന്റായി. അതോടെ മിഷൻ 2025 VD സതീശനും ഒരു മൂലയ്ക്കുമായി. കേരളത്തിലെ കാര്യങ്ങൾക്ക് ഒരു ഏകോപനവും ഇതുവരെ ഇല്ല എന്ന് പറയാൻ കാരണം അത് തന്നെയാണ്. കാരണം KPCC പ്രസിഡന്റും മിഷൻ 2025 ചുമതലയുള്ള VD സതീശനും തമ്മിൽ കണ്ടാൻ മിണ്ടില്ലെന്നാണ് ഇപ്പോൾ നേതാക്കൾ ഹൈക്കമാൻഡിന് മുന്നിൽ പരാതി പറഞ്ഞിരിക്കുന്നത്. ഭിന്നത കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ ഒന്നും ഒരിടത്തും എത്തിയിട്ടില്ലെന്ന പരാതിയുണ്ട്. ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ നോട്ടിഫിക്കേഷൻ വരാൻ. എന്നിട്ടും പലയിടത്തും KPCC സെക്രട്ടറിമാരായിട്ടില്ല, DCC സെക്രട്ടറിമാരെ നിയമിച്ചിട്ടില്ല. ഈ മുന്നൊരുക്കങ്ങളിൽ AICC അത് നേരത്തെ കണ്ടുവച്ചതുപോലെ തന്നെ തങ്ങളുടെ നീരസവും പ്രകടിപ്പിച്ചു. ചില മാറ്റങ്ങൾ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. എന്തായാലും സംസ്ഥാനത്തെ കോൺഗ്രസ് സംഘടനയിലെ ഇനി ജനറൽ സെക്രട്ടറിമാരടക്കമുള്ള സ്ഥാനങ്ങൾ, ആ സ്ഥാനങ്ങളിലേക്കുള്ള പുതിയ നിയമനങ്ങളെ പറ്റിയുള്ള പട്ടിക AICCക്ക് മുന്നിലെത്തി. അവിടെയാണ് KPCC അധ്യക്ഷന്റെ ചില നിർദ്ദേശങ്ങൾ കേട്ട് VD സതീശന്റെ മുഖം ചുവന്നത്. സംസ്ഥാന ജില്ലാ ഭാരവാഹികളായി ചില യോഗ്യതയുള്ളവരെ VD സതീശൻ നിർദ്ദേശിച്ചപ്പോൾ അത്രയും നേരം ഒരുമിച്ചിരുന്ന് AICCക്ക് മുന്നേ കാര്യം പറഞ്ഞിരുന്ന കേരളത്തിൽ നിന്നുള്ള നേതാക്കളൊക്കെ ഗ്രൂപ്പ് തിരിഞ്ഞ് പ്രത്യേക കസേരകളിൽ പ്രത്യേക ഗ്രൂപ്പായി അവിടെ ഇരിക്കാൻ തുടങ്ങി. പിന്നെ പോരും തുടങ്ങി. പിന്നെ KPCC നേതൃത്വത്തിനെതിരെ, പ്രതിപക്ഷ നേതാവിനെതിരെയും പാർട്ടി പ്രസിഡന്റിനെതിരെയും രൂക്ഷമായ വിമർശനമാണ് ഈ ഗ്രൂപ്പ് തിരിഞ്ഞ് നേതൃത്വം നടത്തിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 അക്ക വോട്ടിന് തോറ്റവരെ ജനറൽ സെക്രട്ടറിമാരായി വീണ്ടും പാർട്ടിയെ തോൽപ്പിക്കാൻ പിന്നീട് കൊണ്ടുവന്നു എന്നാണ് ഏറ്റവും പുതിയ നേതാക്കളുടെ ആരോപണം. കേരളത്തിലെ നേതാക്കളുമായി ഹൈക്കമാൻഡ് ചർച്ചയിൽ KPCC അധ്യക്ഷന്റെ പ്രവർത്തന ശൈലി ശരിയില്ലെന്ന് ചില നേതാക്കൾ തുറന്നു പറഞ്ഞു. പ്രസിഡന്റ് പാർട്ടിയിൽ വിഷയങ്ങൾ കൂടിയാലോചിക്കുന്നില്ല. മുമ്പത്തെ പ്രസിഡന്റ് അങ്ങനെ ആയിരുന്നില്ല. രാഷ്ട്രീയ കാര്യ സമിതി ചേരുന്നില്ല. KPCC യോഗങ്ങൾ കൃത്യമായി ചേരുന്നില്ല. പ്രസിഡന്റ് ഒറ്റയ്ക്ക് കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്നാണ് ആരോപണം. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷൻ തമ്മിൽ ആശയവിനിമയത്തിന് എന്താണ് ആശയവിനിമയം ഇല്ലാത്തതിന് കാരണം എന്തെന്ന് ഹൈക്കമാൻഡ് ചോദിച്ചിട്ട് നേതാക്കൾക്ക് പ്രത്യേകിച്ച് കാരണം പറയാനില്ല. പക്ഷേ ഇരുവരും തമ്മിൽ കണ്ടാൽ മിണ്ടാറില്ലെന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും തെരഞ്ഞെടുപ്പ് നേടാൻ മിഷൻ 2025 കൊണ്ടുവന്ന ചില പ്ലാനുകളെ അടിമുടി മാറ്റാനായിട്ട് ഇപ്പോൾ AICC ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറ്റാൻ പറ്റണം. ദേവസ്വം ബോർഡിലെ സ്വർണ്ണക്കൊള്ള വിവാദം അത് സർക്കാരിനെതിരെ തിരിക്കാൻ പറ്റണം. തദ്ദേശ സ്ഥാപനങ്ങളിൽ അത് പരമാവധി വോട്ടാക്കി മാറ്റാൻ പറ്റണം. ഇതിനൊക്കെയുള്ള പുതിയ പദ്ധതി രൂപീകരിക്കാനാണ് ഇപ്പോൾ AICCയുടെ നിർദ്ദേശം. സംസ്ഥാന കോൺഗ്രസിൽ ഇപ്പോൾ തർക്കങ്ങൾ വീണ്ടും രൂക്ഷമായി തുടരാൻ കാരണം KPCC പുനഃസംഘടനയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആ നേതൃത്വത്തിന് വഴങ്ങാത്ത നിലപാടെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ VD സതീശൻ താൻ പറയുന്നവരെ ജില്ലാ സെക്രട്ടറിമാരാക്കിയില്ലെങ്കിൽ, ജനറൽ സെക്രട്ടറിമാരാക്കിയില്ലെങ്കിൽ ഇനി താൻ KPCCയിലെ ഒരു പരിപാടിയിലും പങ്കെടുക്കില്ലെന്ന് ഒരു കടുത്ത നിലപാടെടുത്തിരിക്കുകയാണ്. DCC അധ്യക്ഷന്മാരെയും KPCC സെക്രട്ടറിമാരെയും എത്രയും വേഗം നിയോഗിക്കണം, അവരെ പ്രഖ്യാപിക്കണമെന്നാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പേ അത് വേണമെന്നാണ് ഇപ്പോൾ സതീശൻ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടി പരിപാടിയിൽ നിന്നും സതീശൻ മാറി നിൽക്കുന്നു. പുനഃസംഘടനയിൽ തന്റെ വിശ്വസ്തരെ വെട്ടിനിർത്തിയിൽ K. മുരളീധരന് അതിർത്തിയുണ്ട്. എന്തായാലും നേതാക്കളെല്ലാം ഇപ്പോൾ ഗ്രൂപ്പ് തിരിഞ്ഞ് വ്യക്തമായി AICCക്ക് മുന്നിൽ തങ്ങളുടെ ഗ്രൂപ്പ് നിലപാടുകൾ, തങ്ങളുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവിനും ഇപ്പോൾ 2 നിലപാടാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും തർക്കങ്ങൾ പരിഹരിച്ച് സമവായത്തോടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നേടണമെന്നാണ് ഇപ്പോൾ AICC കേരള ഘടകത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ VD സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച